അങ്ങോട്ട് നോക്കിയടാ, എന്നാ ഇടിയടാ, അതേ കണ്ടോ? ഓ, അതെന്തിനാടാ ജെയിംസ് ഊട്ടി ആ മനുഷ്യനെ തല്ലുന്നത്? അത് പിന്നെ ആ മറ്റേ തടിയൻ ജെയിംസ് ബോണ്ടിന് ഇത് ഏതാണ്ട് പറഞ്ഞു. പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം പറഞ്ഞു കാണും. ഇത്തിരി വില്ലത്തരം ഉണ്ടെങ്കിലും ജെയിംസ് ഊട്ടി നിറയുള്ളവനാ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അവനെ പോലെ ആയിരുന്നെന്ന്. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം പറഞ്ഞാ പിന്നെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. നിൻ്റെ ആ നോട്ടം എനിക്ക് മനസ്സിലായി. എടാ എടാ ഇങ്ങോട്ട് നോക്കടാ, ചെറുപ്പകാലത്തുണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല കരിവീട്ടി കടഞ്ഞെടുത്തപ്പോഴുള്ള ശരീരമായിരുന്നു. ഇത് വെച്ചൊന്ന് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ കൊച്ചു കുഞ്ഞിന് 2 വയസ്സ് പ്രായം കാണും. അന്ന് നമ്മുടെ ആ ചെറിയ പാലത്തെങ്കിൽ ഷാപ്പിൽ ഒരടി നടന്നു. ഇങ്ങോട്ട് നോക്കടാ, എന്നാ അടിയായിരുന്നു. ഇതുപോലത്തെ വർത്തമാനം പറയുന്ന ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പച്ചൻ ഇത് ഇരുന്നൊന്ന് കാണ്. അപ്പച്ചൻ്റെ ഈ കഥ ഞാൻ വന്നപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതല്ലേ. ഇതെല്ലാം വെറും ക്യാമറ ട്രിക്കല്ലേ. ഞാൻ പറയുന്നത് ശരി അടി നടന്ന കാര്യമാണ്. എൻ്റെ കൈ കൊണ്ട് കിട്ടിയവരുണ്ടല്ലോ, ദേ ഈ താഴത്തെ 2 പല്ല്. എൻ്റെ അപ്പച്ച ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ ഇതൊന്ന് കണ്ടോട്ടെ പ്ലീസ്. എടാ നീ കുറേ നേരമായല്ലോ ഇതിനകത്ത് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആ TV ന്യൂസ് ചാനലാണ് കിട്ടേ. അപ്പച്ചൻ ന്യൂസ് അരമണിക്കൂർ മുമ്പേ കണ്ടതല്ലേ? ഈ അരമണിക്കൂർ ഇടവിട്ട് നടക്കാൻ നാട്ടിൽ എന്നാ പരിപാടിയാണ് ഉള്ളത്? ആകെ നാട്ടിൽ മുടങ്ങാതെ നടക്കുന്ന ഒരേ ഒരു പരിപാടിയേ ഉള്ളൂ, ബന്ദ്. അത് കൊള്ളാമല്ലോടാ. എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടപ്പോൾ TV കാണാൻ പറ്റില്ല എന്ന് വെച്ചാ? അപ്പച്ചൻ ന്യൂസ് കാണാനൊന്നും അല്ലല്ലോ, എൻ്റെ ഈ സിനിമ കുളവാക്കാൻ വേണ്ടിയല്ലേ. നീ ഇപ്പോൾ അത് കാണണ്ട. നീ പോയി വേറെ വല്ല പണിയും ചെയ്യ്. നീ ആ ന്യൂസ് ചാനലും കിട്ടേ. എന്തായാലും അപ്പച്ചൻ ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞു ന്യൂസ് കണ്ടാൽ മതി. അല്ലടാ ഗിരിഗിരി, ഇത് എന്ത് പറ്റി നിന്റെ തലയ്ക്ക്? അത് പിന്നെ ചേട്ടായി, ഞാൻ ആ ബാർബർ ഷോപ്പിൽ ചെന്നപ്പം ഇച്ചിരി മുടി വെട്ടുന്നതിന് എത്ര രൂപയാന്ന് വെച്ച്. അപ്പോൾ അയാൾ പറയാം $15. അപ്പോൾ ഞാൻ ഒത്തിരി മുടി വെട്ടുന്നതിന് എത്ര രൂപയാന്ന് വെച്ച്. $15. അപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി മുടി വെട്ടിക്കോളാം, 2-3 മാസം കഴിഞ്ഞ് ചെന്നാൽ മതിയല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ മേലഞ്ഞോ, നിനക്ക് മുട്ട പഠിക്കാൻ മേലഞ്ഞോ? അപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ് വെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ലടാ ഗിരിഗിരി, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നീയും അപ്പച്ചനും കൂടെ എപ്പോൾ കണ്ടാലും ഈ കീരിയും പാമ്പും പോലെ തുടങ്ങണേ എന്നാ? അത് പിന്നെ ഈ അപ്പച്ചൻ എന്നെ സിനിമ കാണാൻ സമ്മതിക്കുന്നില്ല. അരമണിക്കൂർ മുമ്പേ ന്യൂസ് കണ്ടോളൂ. അപ്പോൾ ഇപ്പം അപ്പച്ചന് ന്യൂസ് കാണുമെന്ന്. എടാ ഇന്നോ നാളെയോ പോകാൻ പോകുന്ന ആൾക്കാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? നിനക്കത് വെച്ചു കൊടുത്താ? അത് ശരി, എന്നെ കുഴിയിലേക്ക് എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ലേ? എന്റെ പൊന്നപ്പച്ച, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അപ്പച്ചൻ ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകുമല്ലോ എന്നോർത്ത് പറഞ്ഞ. ഈ വായി കുഴക്കട്ടായിട്ടോണ്ട് സംസാരിക്കണം എന്റെ വർത്താനമൊക്കെ കേട്ടാ നിനക്ക് വല്ലോ മനസ്സിലാവോ? നിനക്കതങ്ങ് വെച്ചു കൊടുത്താ തന്നെ. എവൻ്റെ ഇരിപ്പും മട്ടും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഇവനിതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാഞ്ഞിട്ടല്ലേ ഞാൻ 8-10 പോളിസി അങ്ങോട്ട് ഉണ്ടാക്കി തന്നെ. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. എടാ ഇന്നല്ലേടാ കറമ്പയുടെ വീട്ടിൽ പോളിസി എടുപ്പിക്കാൻ ചെല്ലേണ്ടത്. നീ ഇവിടെ ഇരുന്നാൽ മതിയോ? ചെല്ലടാ. ഇത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, ഇവന് വേറെ പണിയൊന്നുമില്ലെന്ന്. അപ്പച്ചന് ഏത് ചാനലാ കാണണ്ടേ? എനിക്ക് ന്യൂസൊന്നും വേണ്ട. നീ ആ ജെയിംസ് ഊട്ടിയുടെ പടം അങ്ങ് വെച്ചേ. So take some more, eat. No, it's okay. I eat later. Nice. So you're from India? Yeah. I'm from Jamaica, you know, West Indies. Oh, really? West Indies? Cricket team? Oh, so you play cricket? I'm a very fast bowler, you know. One time, Harriet bat, I bowl with Machinga. What? You know, baby coconut. Oh, okay. He said Harriet and I. He stay hospital 2 weeks with only one eye open. After that, my appachar said no more cricket. Wow, that's scary. Is he okay? Yeah, he's okay. No problem. But one eye no good. You know what? You remind me of my son when he was in high school. He used to talk just like him. Oh, really? I have one auntie in my house. Her name is Janitalla. She look just like you. Wow. Well, you know what? My grandfather's mom was Indian. So you never can tell. We might be related. We could be distant cousin or something. Maybe. I give you policy now. We have special policy this time. 1 year no payment. Your first payment start next year.
If you die this year, you lucky. You lose no money. You know what? I like you. I will take a policy from you. And you know what? I'll ask all my friends because I'm president of the Jamaican Women Association of New Jersey, so I have lots of contacts. I'll ask everybody to take a policy from you. ചേട്ടായി ചേട്ടായി ആ നീ ഇങ്ങ് എത്തിയോ? ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചേട്ടായി ആ പോളിസി ഒത്തു കേട്ടോ. നീ എന്താണ് ബഹളം വെക്കുന്നേ? അവൻ പുറത്തു പോയിരിക്കുക, അവനിവിടെ ഇല്ല. ഇരിക്കാൻ പറ്റട്ടെ. നീ ആ ഇന്ത്യൻ കടയിലെങ്ങാനും പോയേ. ഇതിനെ കുറച്ച് വെറ്റില വാങ്ങിയിട്ട് പോവാം. പിന്നെ നീ ബാക്കിയുള്ളതിന് നീ മുട്ടായി വാങ്ങിച്ചോ. പിന്നെ ഒരു കാര്യം, $1 അതേ ഇന്ന് 42 രൂപ നാട്ടിൽ. സൂക്ഷിച്ച് പോകണം കേട്ടോ. ആ പോ. ആ നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു ആ ചെറുക്കനായിരിക്കുമെന്ന്. ഏത് ചെറുക്കൻ? നമ്മുടെ മത്തായി കുഞ്ഞോ? നമ്മുടെ ആ വേലക്കാരൻ ചെറുക്കനെ. അവന് ഞാൻ വെറ്റില മേടിക്കാൻ പറ്റിയിട്ട് മണിക്കൂർ 2 ഇതുവരെ തിരിച്ചു വന്നില്ല. അനുസരണ എന്നൊരു സംഗതി അവൻ്റെ ജീവിതത്തിലില്ല. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ബെല്ലടിക്കണ്ടേ? എടുക്കണില്ല. ഇനിയിപ്പോ വെറ്റില കിട്ടാതെ ഞാൻ എന്ത് ചെയ്യും? അപ്പച്ചൻ വിഷമിക്കണ്ട. ഞാൻ ശകലം കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടേ. അപ്പച്ചനും കൂടെ എൻ്റെ കൂടെ പോരെ. നമുക്ക് ആ ഇന്ത്യ സ്റ്റോറിൽ കയറി കുറച്ച് വെറ്റിലൊക്കെ മേടിച്ചോണ്ട് വരാം. ഇനി വേണം നോക്കണ്ട, ഇവന് എടുക്കണില്ല. സീറ്റ് ബെൽറ്റ് അങ്ങ് കിട്ടോ, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. ഇത് അപ്പച്ചനെ തന്നെ കാണിക്കാം. ഇങ്ങനെയല്ല, ഇതൊരു സർക്കസ് പട്ടി വളയത്തിൽ കൂടെ ചാടണമല്ലേ? അങ്ങനെയല്ല. ഇത് എടുത്തേന്നാണ്. ഇതിങ്ങനെ കിടക്കുമല്ലേ? ഇതിന്റെ അറ്റത്ത് പിടിക്കണം. ഈ കണയുണ്ടല്ലോ, ഇതേ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ വരും. എന്നിട്ട് ഈ തുളക്കകത്തേക്ക് ഇങ്ങനെ കൊടുക്കും. എന്നാലും നമ്മളിപ്പോ ഇറങ്ങി നന്നായി. വണ്ടിക്കകത്ത് ഗ്യാസും തീർന്നിരിക്കുക. അപ്പൊ ഇത് ഗ്യാസ് കുറ്റി വെച്ച് ഓടിക്കുന്ന വണ്ടിയാണോടാ? ഓ, എനിക്ക് സൂക്ഷിക്കണം കേട്ടോ, വല്ല തീപിടുത്തം ഉണ്ടാവും. എന്റെ അപ്പച്ച, നാട്ടിൽ ഇതിന് പെട്രോൾ എന്ന് പറയും, അതിന് ഇവിടെ ഗ്യാസ് എന്നാ പറയണേ. ഇത് അങ്ങനെയൊന്നും കത്തിയല്ല. ഇത് നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വണ്ടിയാ. ഒരു കുഴപ്പം വരില്ല ഇത് കണ്ട്. ഇല്ല, അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ കാണുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അടിക്കാൻ പറ്റിയല്ല. എന്നാ അറിയോ? അവിടെ നിറച്ച് മെക്സിക്കൻസാ. അതായത് നമ്മുടെ നാട്ടിലെ ഈ കൂലിപ്പണിക്കാർ വന്ന് നിൽക്കണ പോലെ ഇതുങ്ങൾ കുറെ എണ്ണം രാവിലെ വന്ന് ആ പെട്രോൾ പമ്പിന്റെ അടുത്ത് വന്ന് നിൽക്കും. നമ്മള് വണ്ടി അങ്ങോട്ട് നിർത്തിയാ മതി, ഇതുങ്ങൾ ചാടി കയറും. എടാ, ഞാൻ പെട്രോൾ അടിക്കാൻ വന്നാ നീ കയറില്ലടാന്ന് പറഞ്ഞാ ഇതും കൊട്ട് ഇംഗ്ലീഷ് അറിയാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ അടിക്കണ്ട, നമുക്ക് വേറെ വല്ലയിടത്തും അടിക്കാം. ഏത് രാജ്യക്കാരാണ് ഈ മെക്സിക്കൻ? മെക്സിക്കൻ അല്ല, മെക്സിക്കൻ. ഓ, ഈ വായയില് മുക്കാൻ കിടക്കണ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. അപ്പച്ചൻ എന്നാ ചെയ്യാൻ പോവാ? പ്രിയപ്പെട്ട ചേട്ടായി വായിച്ചറിയുന്നതിന് ഗ്രിഗറി എഴുതുന്നത് അമേരിക്ക എന്ന അന്യവും വിചിത്രവുമായ ദേശത്തിൽ എത്തിപ്പറ്റിയ നാളുകളിൽ കൂടുവിട്ട് അകന്നുപോയ ഒരു കിളിയുടെ മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. ആ വേളയിൽ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ തണൽ വർഷം ചേട്ടായിയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കട്ടെ. ആ തണലിൽ ഞാൻ ആ മരത്തെയും അതിലെ ചില്ലകളെയും അടുത്തറിയുകയും ഒരു കുടുംബത്തെ പോലെ കഴിയുകയും ഉണ്ടായി. ആ നല്ല നാളുകൾ എന്നും എൻ്റെ മനസ്സിൽ ഒരുപിടി നല്ല സ്മരണകളായി നിലകൊള്ളും. എന്നാൽ ഈയിടെ ഇതേ മരത്തിൽ തന്നെ ചേക്കേറിയ ചില പുതിയ പക്ഷികളുമായി എനിക്കുണ്ടായ ചില അപസ്വരങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. കാക്കയും തത്തയും പക്ഷികളാണെങ്കിലും കാക്കയെന്നും കാക്കയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാക്ക അവനാണെന്ന് അവൻ തന്നെ തിരിച്ചറിഞ്ഞു. തത്ത ഈ അപസ്വരങ്ങൾ ഒരു കലപില കോലാഹലങ്ങളാകുന്നതിന് മുമ്പ് ഈ പക്ഷി പറന്നകലുകയാണ്. ഈ വാക്കുകളോടെ തേക്കുമൂട്ടിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അസി കുത്ത് സെയിൽസ് മാനേജർ പദവിക്ക് എൻ്റെ രാജിപത്രിക ഞാൻ ഈ കത്തിലൂടെ സമർപ്പിക്കുന്നു. സസ്നേഹം ഗിരിഗിരി. ഇവന് തന്നെ പറ്റിയടി, നീ വല്ലതും പറഞ്ഞോ? കഷ്ടം. ചുമ്മാതല്ല 3-4 ദിവസം അവനെ ഇങ്ങോട്ട് കാണാഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ ഇച്ചിരി കാശ് കൂട്ടി കൊടുക്കാൻ. എടി, ഇതൊക്കെ അവൻ്റെ ഓരോ നമ്പറുകളല്ലേ. പിന്നെ നമ്പർ അവൻ സഹി കേട്ട് കാണും.
പന്തിട്ടടിക്കും പോലെയല്ലേ എല്ലാവരും അവനെ എടുത്തിട്ട് തട്ടുന്നത്. അവൻ്റെ ഒരു രാജി. ഈ ജോലി കളഞ്ഞിട്ട് അവനാ എന്നാ പണിക്ക് പോണു? മൈസറേറ്റ് പണി വെച്ചോണ്ടിരിക്കുക. ഈ നാട്ടിലാണോ ജോലി കിട്ടാൻ ഒരു പ്രയാസം? അവന് ഗ്രീൻ കാർഡ് ഉള്ളതാ. പണിയെടുക്കാൻ റെഡിയാണ്, എന്ത് ജോലിയും കിട്ടും. നീ ഒന്ന് ചുമ്മാതിരടി. 2 ദിവസം കഴിയുമ്പോൾ പത്തിയും മടക്കി അവൻ ഇവിടെ തന്നെ വന്നു കയറും. നീ നോക്കിക്കോ. എനിക്ക് തോന്നുന്നില്ല. അവൻ ശരിക്കും ഹേർട്ടായിട്ടുണ്ട്. ഈ എഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പച്ചൻ പറഞ്ഞത് അവൻ എന്തോ അവനെ ശരിക്കും വിഷമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയാടി അവൻ എഴുതി വെച്ചേക്കണേ? അവൻ കുറച്ച് കിളികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അല്ലാതെ അപ്പച്ചനെ കുറിച്ച് എന്തെങ്കിലും അവനിവിടെ എഴുതിയിട്ടുണ്ടോ? നീ വെറുതെ ആവശ്യമില്ലാത്ത ഊഹിക്കരുത് കേട്ടോ. സാർ എൻ്റെ ഈ ബയോഡേറ്റ ഒന്ന് നോക്കണം. ഞാൻ ഈ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാ. ഓ, ആദ്യം ഇത് ഫോട്ടോ ആവശ്യമില്ല. പിന്നെ ബയോഡേറ്റ എന്നല്ല ചൊല്ലാറ്, റെസ്യൂമേ. ഫാദേഴ്സ് നെയിം ജോൺ മാട്ടുപ്പറമ്പിൽ, ഹൈറ്റ് 5.2, വെയ്റ്റ് 140, കോംപ്ലക്ഷൻ ഫെയർ. ഹോബീസ് സ്റ്റാമ്പ് കളക്ഷൻ, പോയം റൈറ്റിംഗ്, വാച്ചിങ് മൂവീസ്. ഇതല്ലാതെ വേറൊന്നും ഇല്ലേ എഴുതപ്പറ്റി? വേറെ ഞാൻ കൊച്ചിലെ തീപ്പെട്ടി കളക്ഷൻ നോ ഉണ്ടായിരുന്നു. നോ നോ, അതല്ല. ലൈക്ക് എക്സ്പീരിയൻസ്. ഇത് മൊത്തം റീറൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവത്തിൽ നിന്ന് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് പേര് മാത്രം എടുക്കാം. ഒരു കാര്യം ചെയ്, പേപ്പറും പേന എടുത്തു. ഐ വിൽ ഹെൽപ്പ് യു. ഇപ്പം എന്തുവാ ഡെസിഗ്നേഷൻ? വാട്ട് ഈസ് യുവർ ഡെസിഗ്നേഷൻ? റെസിഗ്നേഷൻ ഞാൻ അയച്ചായിരുന്നു. റെസിഗ്നേഷൻ അല്ല, ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്ന ജോലി. ഓ, അസിസ്റ്റൻറ്റ് മാനേജർ. അസിസ്റ്റൻറ്റ് മാനേജർ. ആ പോസ്റ്റിലേക്കാണ് നമ്മളിപ്പം അത് അയക്കേണ്ടത്. ഓക്കെ, എഴുതിക്കോ. Okay, Mr. Gregory Matupa. Mr. Gregory, can I call you Greg? Yeah, sure. Okay. First, let me tell you what we are looking for. We are looking for a senior sales manager to expand our northern New Jersey region. Once selected, you will then be talking to other clients and help them open a franchise of their own. Okay? I could do it. Wonderful. So tell me something about yourself. I'm from Kerala, a small village called Matupeta. My dad's name is John Matuparambil. My mom's name is Yeliama Matuparambil. I have 2 sisters and 1 brother. My sister Okay. name... Okay. How long have you been in this country? I'm in 1 year. And 1 year. And where did you work? I work on this company called Tekamutil Insurance. What is your experience? My first experience was good. Good. Yeah. Chetai was good. Was good. Everyone in family was good. Family is good. Yeah. Then Apachan came. He created a lot of problem. Yeah, he told me to put oil on his leg, and then he told me to go buy Pogala, tobacco. Tobacco. Good. You may not be exactly what we're looking for. It might not be the right fit, but but we do have other positions open. Would you be interested? Yeah, I'm very interested.
You ever made a sandwich? ഇടിയാം എബിലിറ്റിയുടെ സ്പെല്ലിങ് എങ്ങനെയാ? ABILITY. അത് നമ്മുടെ ഗിരിഗിരിയല്ലേ വരുന്നേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? സമ്മർ ആയില്ല, അതിനു മുമ്പേ ചൂട് വന്നു തുടങ്ങി. പ്രിൻസി ചേച്ചിക്ക് ചൂടൊന്നും എടുക്കുന്നില്ലേ? ഇല്ലില്ല, അവക്ക് ചൂടൊന്നും എടുക്കണില്ല. ഒരു ഫാൻ മേടിച്ച് വെച്ചുകൂടെ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ 3-4 ദിവസം എവിടെ ആയിരുന്നു? അത് പിന്നെ ഞാൻ ഒരു ജോബ് ഹണ്ടിങ്ങിന്റെ തെരച്ചിലായിരുന്നു. റെസിമ പോലും ഉണ്ടാക്കി തുടങ്ങണ്ടേ? എന്നാ മുതല റെസിമേ എന്നിട്ട് കിട്ടിയോ? ഒരു ജോലി കിട്ടി. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ പാസ്സായി. അവർ എന്നോട് അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് 3 ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ. അതിനു മുമ്പേ അവർ ഹാപ്പിയായി. അത് കൊള്ളാമല്ലോ. പക്ഷെ നീ ഞങ്ങളെ ഇട്ടിട്ട് പോകണ്ടായിരുന്നു. അത് പിന്നെ ഇലയ്ക്കും മുള്ളിലും കേടുകൂടാതെ നിർത്തുന്നതല്ലേ റോസ് ഫ്ലവറിന് നല്ലത്. വലിയ കമ്പനിയാണ്, 500-ൽ പരം ബ്രാഞ്ചുകളുള്ള കമ്പനിയാണ്. ഇൻഷുറൻസ്, ഡെൻ്റൽ ഇതെല്ലാം കവേഡാ. പിന്നെ യൂണിഫോം, ഫുഡ് ഇതെല്ലാം ഫ്രീയാണ്. അതും പോരാഞ്ഞിട്ട് കൊക്കക്കോളയും ആവശ്യത്തിന് കുടിക്കാം. ഓ, അപ്പൊ കോക്കിലാണോ നിനക്ക് ജോലി? അല്ല, ഈ ബ്ലിംബി, ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന. അയ്യേ, അതൊക്കെ ഒരു ജോലിയാണോടാ? അതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കും? എന്തായാലും അവർ പറഞ്ഞ സമയത്ത് പറഞ്ഞ പൈസ തരും. അതുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം അങ്ങ് എഡ്സണില്ല. 3 ബസ് കയറി പോണേ. ആ, എന്തിന്? ഇവിടെ ടെനഫ്ലൈ റോഡിലുള്ള ബസ് സ്റ്റോപ്പില്ലേ? ഓ, ആ ഗ്യാസ് സ്റ്റേഷൻ്റെ അപ്പുറത്തുള്ളത്. അവിടുന്ന് ബസ് കയറിയ നേരെ അങ്ങ് എഡിസണിൽ ചെല്ലും. ഓ റിയലി? എനിക്ക് തിങ്കളാഴ്ച രാവിലെ തന്നെ അങ്ങ് എത്തണം. ട്രെയിനിങ് ഒക്കെ ഉള്ളതാണേ. Aquí hoy en la madre. Aquí en la madre. En la madre. Hey, venga aquí, venga aquí. Venga aquí. Bonita. Bus is late, right? Muy tarde. Tarde vino. Bus late. Venga aquí. Venga aquí. It's not a bus. This is bus. Not a bus. No. Yes.